കൊടുത്തു പൈസ കൊടുത്തു. നീ ചെയ്യരുത് കേട്ടാ, അല്ല എന്തായാലും അത് കൊടുക്കണ്ട. കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസുണ്ടാ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പൈസ കൊടുക്കില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങളുടെ വാർഡല്ലേ? നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ എന്താ നിങ്ങൾ എന്റെ മൊബൈലിലേക്ക് എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ഞങ്ങൾക്ക് ബഹുമാനത്തോട് കാരണമാണ്. ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ അറിയാലോ, നിങ്ങൾ എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി, എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി, മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. അല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞത് കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് സാമുദായിക സംഘടനയുടെ പല നേതാക്കന്മാരുടെയും വീട്ടിൽ കയറുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എന്റെ ജോലി. എന്നാൽ വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾ കേരളം മുഴുവൻ മാധ്യമ പ്രവർത്തകര് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയുന്നതിന് മുൻപ് ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ പണം കൊടുക്കുന്ന ഒരാളാക്കി എന്നെ വേട്ടയാടാൻ നിങ്ങൾ പരിശ്രമിച്ചതിന്റെ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന്. രണ്ടാമതായിട്ട് പാലക്കാടിലെ വോട്ടർമാരെ മുഴുവൻ നിങ്ങൾ അപമാനപ്പെടുത്തി. കാരണം പാലക്കാടിലെ വോട്ടർമാർ പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആ വാർത്തകൾ അത്രയും സംപ്രേഷണം ചെയ്തത്. 1 മണിക്കൂറിലധികം സമയം ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ, നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കണം, ആ ഓട്ടോ സ്റ്റാൻഡ് മുതൽ 1 മണിക്കൂറിലേറെ സമയം ഈ കാറ് എന്നെ ഫോളോ ചെയ്യുകയാണ്. ആ കാറിനകത്ത് 2 ചെറുപ്പക്കാർ ബാക്കിൽ ഇരിക്കുകയാണ്. ഒരു സ്ത്രീ മുഖം മറച്ച് ഒരു സ്ത്രീ ഫ്രണ്ടിൽ ആ കാറിൽ ഇരിക്കുകയാണ്. ഒരാൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്റ്റോപ്പിലും ഓരോ വീടിന്റെ മുന്നിലും ഞാൻ ഇറങ്ങുമ്പോൾ ആ കാറ് എന്റെ പിറകിൽ നിൽക്കുകയാണ്. എന്റെ ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ആ കാറ് ശോഭാ സുരേന്ദ്രനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ദിവസം? ആ കാറിന്റെ ഫോട്ടോ ഞാൻ പുറത്തിറങ്ങി, ആ കാറിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, നമ്പർ എന്റെ കയ്യിലുണ്ട്. രണ്ടാമതായിട്ട് ഇന്നലെ തന്നെ പാലക്കാടിലെ ജില്ലാ കളക്ടറുമായി ഞാനിപ്പോ സംസാരിച്ചു. പാലക്കാടിന്റെ ജില്ലാ കളക്ടറുമായി ഞാൻ ഇപ്പോ അല്പസമയം മുമ്പ് സംസാരിച്ചു. അപ്പൊ ജില്ലാ കളക്ടർ എന്നോട് പറഞ്ഞത്, ഇന്നലെ തന്നെ ശോഭാ സുരേന്ദ്രൻ പൈസ വോട്ടർമാർക്ക് കൊടുക്കുന്നതായിട്ടുള്ള പരാതി കളക്ടറുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം പരാതി തയ്യാറാക്കി, അത് കളക്ടർക്ക് കൊടുത്തു, ഫ്ലൈയിങ് സ്ക്വാഡിനെ റെഡിയാക്കി, പിന്നെ ഒരു കഥ തയ്യാറാക്കി. ഇതെല്ലാം ചെയ്തതിനു ശേഷമാണ് ആ കാറിലെ ചെറുപ്പക്കാർ, കാറിന്റെ മുൻസീറ്റിലിരുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരല്പസമയം വൈകിയത്. ഒരു മാധ്യമം ഞാൻ വരുന്നതിന് മുൻപ് തന്നെ നടയടി തുടങ്ങി. ശോഭാ സുരേന്ദ്രന് പാലക്കാട് ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടയടി നടത്തിക്കൊണ്ടാണ് എന്നെ സ്വീകരിച്ചത്. അതേ മാധ്യമം തന്നെയാണ് ഇന്ന് മീഡിയ ഗ്രൂപ്പിൽ പോസ്റ്റ് ആദ്യം ഇടുന്നത്. അപ്പോ ഒരാൾ കഥയുണ്ടാക്കുന്നു, തിരക്കഥ വേറൊരാൾ അതിന് സഹായം ചെയ്തു കൊടുക്കുന്നു, അതൊരു മീഡിയ പ്രവർത്തകൻ പോസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഒരല്പമെങ്കിലും ഒരു മര്യാദ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്. ഒരു ചെറിയ എന്റെ ഭാഗം കേൾക്കാൻ, എന്താണ് ആ റോഡിൽ ഉണ്ടായത്, എന്താണ് സംഭവിച്ചത് എന്ന് പോലും എന്റെ ഭാഗം കേൾക്കാതെ ഇന്ന് കേരളത്തിൽ ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം അങ്ങേയറ്റം എന്നെ വ്യക്തിപരമായി അപമാനിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഈ വാർത്ത കൊടുത്തത്. ഈ വാർത്തയെ തുടർന്ന് എന്ത് സംഭവിച്ചു? നിങ്ങൾ എല്ലാവരും ആ അമ്മയെ കാണാൻ പോയി.
ആ അമ്മയെ കാണാൻ പോയിട്ട് അമ്മയെ തലങ്ങും വിലങ്ങും. അപ്പോഴേക്കും മാർക്സിസ്റ്റുകാർ പോകുന്നു, കോൺഗ്രസിന്റെ ആളുകൾ പോകുന്നു, ആ വീട്ടിൽ അമ്മയെ പ്രഷർ ചെയ്യിക്കുന്നു, അത് പറയണം ഇത് പറയണം, എന്നിട്ട് പല ചോദ്യങ്ങളും ചോദിച്ചു. എന്തെങ്കിലും ഒരു തൊണ്ടി നിങ്ങൾക്ക് കിട്ടിയോ? ആ അമ്മ എന്താ പറഞ്ഞത്? എന്റെ കയ്യിൽ ഒരാളും പണം തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ കഥ പോയി. രണ്ടാമത്തെ എന്റെ പോയിന്റ്, ഞാൻ നിങ്ങളെ ഒരു വിഷ്വൽ കാണിക്കാം. ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാറ് നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇന്നലെ രാത്രിയിൽ ചന്ദ്രനഗർ വീടിന്റെ മുന്നിൽ നീ എന്താണ് വന്നത് എന്ന് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. എന്തിനാണ് ഞാൻ താമസിക്കുന്ന വീടിന്റെ മുന്നിലേക്ക് രാത്രി 11:30 മണിക്ക് ആ ചെറുപ്പക്കാരൻ വന്നത്? ആരായിരുന്നു അവന്റെ കൂടെ ഉണ്ടായിരുന്നത്? അയാളുടെ പേര് ഞാൻ ഇപ്പോ കളക്ട് ചെയ്യായിരുന്നു. കാറിലുള്ള വിനേഷ് സർഗ എന്നാണ് ഇവന്റെ പേര്. കാറിലുണ്ടായിരുന്ന വ്യക്തിയുടെ പേര് വിനേഷ് സർഗ. പോലീസ് 420 കേസ് ഇട്ടിട്ടുള്ള ഒരാളാണ്. ഈ 100 കണക്കിന് ആളുകളെ ഒരു കോപ്പറേറ്റീവ് സഹകരണ സംഘത്തിലൂടെ പറ്റിച്ച ഒരാളാണ്. നിങ്ങൾക്ക് ഞാൻ അതിന്റെ FIRന്റെ കോപ്പി എല്ലാം തരാം. നിരവധിയായിട്ടുള്ള കേസുകളിൽ പ്രതിയായ ക്രിമിനൽ സംഘങ്ങളെ കൂടെ കൂട്ടി നടക്കുന്ന, നാട്ടിൽ പകൽ വെളിച്ചത്തിൽ മുങ്ങി നടക്കുന്ന ഒരാൾ ഒരു കാറിൽ 2 ഗുണ്ടകളെയും കയറ്റി സ്വന്തം അമ്മയ്ക്ക് തുല്യമായിട്ട് കാണുകയും ചിരിക്കുകയും മിണ്ടുകയും ചെയ്യേണ്ട ഒരു സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ ആംഗ്യം കാണിച്ചതുകൊണ്ടാണ് ഇതാ ഈ നിൽക്കുന്ന പ്രമിള ചേച്ചിയെ മാധ്യമപ്രവർത്തകർക്ക് കാലം എത്രയായിട്ട് അറിയാം. എവിടെയെങ്കിലും ഒരു ചെറുപ്പക്കാരനോട് ഒരു ദേഷ്യത്തിന്റെ ഭാഷയിൽ ചേച്ചി സംസാരിക്കുന്നത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ചേച്ചിയുടെ വിഷ്വൽ ഞങ്ങൾ എടുത്ത വിഷ്വൽ ഞാൻ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പൊ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, വളരെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തതുകൊണ്ടാണ് ആ കാറിനരികിലേക്ക് ഞാൻ കടന്നു ചെന്നത്. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്, വൃത്തികെട്ട രീതിയിൽ, മോശമായ രീതിയിൽ, വളരെ ഒരു സ്ത്രീയും കണ്ടാൽ വേദനിക്കുന്ന രീതിയിൽ, അതേത് തല കെട്ടിയ കൊമ്പനാണെങ്കിലും, നിങ്ങൾക്കുമുണ്ടല്ലോ അമ്മമാർ, നിങ്ങൾക്കുമുണ്ടല്ലോ സഹോദരിമാർ, ശോഭാ സുരേന്ദ്രൻ ഡോറ് തുറന്ന് പുറത്ത് ചെന്നിരിക്കും, ഒരു തർക്കവും വേണ്ട. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഉടൻ തന്നെ ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ചെയ്യിച്ചതാണ് ഈ വിനേഷിനെയാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. ഞാൻ ആ ചെറുപ്പക്കാരനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോ പരാതി തയ്യാറാക്കിയിട്ടുണ്ട്. പരാതി ഞങ്ങൾ പോലീസിന് മെയിലായിട്ട് അയച്ചിട്ടുണ്ട്. രേഖാമൂലം ഞാനിപ്പോ പോലീസിനെ കാണും, പരാതി കൊടുക്കും. തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ കമ്മീഷന് ഞാൻ പരാതി കൊടുക്കും. ഈ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ അത്രയും ഉണ്ടയില്ലാ വെടികളാണ്. ആ ഉണ്ടയില്ലാ വെടിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിജയം പാലക്കാട് ഉറപ്പായപ്പോൾ അത് സഹിക്കാൻ വയ്യാത്തവരാണ് ഇങ്ങനെ ഒരു കഥയുമായി പുറത്തു വന്നിട്ടുള്ളത്. എന്താണ് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടം എന്നറിയാതെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ വരുന്ന ഒരാളല്ല നിങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ. ഇതെന്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 9 തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ എന്നെ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കുമെന്നായപ്പോൾ ഇന്നലെ ഒരു തിരക്കഥ തയ്യാറാക്കി കൊടുത്ത് ഇന്ന് എന്റെ കാറിന്റെ പിറകിൽ ഫോളോ ചെയ്യാൻ, മണിക്കൂറുകൾ ഫോളോ ചെയ്യാൻ ആരാണ് അനുവാദം കൊടുത്തത്? ആരാണ് ഏൽപ്പിച്ചത്? അവരാരാണ്? എവിടെ നിന്ന് വന്നവരാണ്? ഏത് ചെറുപ്പക്കാരാണ്? നിങ്ങൾ എന്റെ മാധ്യമ സുഹൃത്തുക്കൾ കൂടി കൂടെ നിൽക്കണം, അതെനിക്ക് തെളിയിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. വിനേഷിന്റെ ഇടതുഭാഗത്ത് ഒരു സ്ത്രീ ഇരുന്നു. ഞാൻ അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. ആ സ്ത്രീ തല കുനിച്ചിരിക്കുകയാണ് കുറ്റവാളിയെ പോലെ. അല്ല, ആ ബാക്ക് എനിക്ക് അവൻ ആരാണെന്ന്, ആ കുട്ടി ആരാണെന്ന് അറിയില്ല. അത് കണ്ടുപിടിക്കണം, പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. കേരളം മുഴുവൻ എന്തായാലും ഇല്ലാത്തൊരു വാർത്ത കാണിച്ച സ്ഥിതിക്ക് ഇതുകൂടി ഒന്ന് നിങ്ങൾ കാണിക്കണം. ഇങ്ങനെയും വേദനിച്ച് പ്രമിള ചേച്ചിയെ രോഷത്തോടുകൂടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലല്ല, ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. എവിടെ നിങ്ങളുടെ തേങ്ങയുടെ നിങ്ങൾ ആരെയും വെച്ചത്? നിങ്ങൾ എന്താ വിചാരിച്ചത്?
ഈ പുറത്തിറങ്ങി നിൽക്കുന്ന ആളാണ് സർഗ, ദിനേശ് സർഗ. ഇങ്ങനെയാണോ ബഹുമാനം കാണിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് ചോദിച്ചത്? അവൻ വൃത്തികെട്ട ഒരു ആംഗ്യമാണ് കാണിച്ചത്, ഒരു തവണയല്ല. ഞാൻ ഇറങ്ങി ചെല്ലുന്നൊരു മുന്നേ കാണിക്കുന്നത് ആംഗ്യം കാണിച്ചുകൊണ്ടാണല്ലോ ഞാൻ ഇറങ്ങി ചെല്ലുന്നത്. ആ വ്യക്തിയുടെ മുഖമുണ്ട് എവിടെ? ആ വിഷ്വൽ എവിടെ? ആ വിഷ്വൽ എവിടെ? എന്താണ് കാണിച്ചത്? നിങ്ങൾ കാണിച്ച വിഷ്വൽ. അമ്മ ആദ്യം പറഞ്ഞു പണം തന്നിരുന്നു, ഒരു മാസത്തെ മരുന്നിന് ആവശ്യമായ 5000 രൂപ അമ്മ പറഞ്ഞു. ആര് കൊടുത്തു എന്ന് പറഞ്ഞത്? വന്ന സ്ത്രീ ആരാണ്? അത് കോൺഗ്രസിന്റെ ദിനേശ് സർഗ വിട്ട ആളാണോ? ആരാണ് വിട്ടത്? എന്താ മാധ്യമ പ്രവർത്തകർ? ബിജെപിയുടെ കാറിന്റെ തൊട്ട് പിറകിലാണ് ദിനേശ് സർഗയുടെ കാർ യാത്ര ചെയ്യുന്നത്. ഈ സ്ത്രീ ആരാണ്? ഇല്ലല്ലോ, ഞാനും പ്രമിളക്ക് ആ സ്ത്രീ എന്തുകൊണ്ടാണ് കാറിൽ കാണുന്ന ഭാഗം നിങ്ങൾ കാണിക്കാത്തത്? എന്റെ കാറിലാണോ അവര് വന്നത്? ഇല്ല. അതെന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ കോൺഗ്രസ് ഉണ്ട്. ബിജെപിയുടെ കൂടെയാണ് അവർ. എന്റെ കാറിൽ ആ സ്ത്രീ കയറുന്ന വിഷയം നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളുടെ കൂടെ 5-6 കാറുകളുണ്ട്. എന്റെ സുഹൃത്തെ, ചേച്ചി ഒരു മിനിറ്റ്, ഈ ദൃശ്യങ്ങളിലുള്ള ഈ കാറിൽ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത് ആരാണ്? കാണിക്കൂ, പുറത്ത് കാണിക്കൂ. ഇതിലൊരു വെള്ള ചുരിദാർ ഇട്ട ഒരു സ്ത്രീ ഇരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദൃശ്യം